ഗായ്സ്, അപ്പോൾ ഇതായിരിക്കില്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ക്രിസ്മസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. ഇപ്പോഴായിരിക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എല്ലാം തുറന്നു നോക്കുന്നത്. എനിക്ക് തന്നെ ഒരു 10ഓളം മെസ്സേജ് 2 ദിവസമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെ പഠിക്കണം മിസ്സേ, എവിടുന്നാ തുടങ്ങേണ്ടത്, ഏത് പാഠത്തു നിന്നാണ് കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാ പാസ്സാവാനുള്ള മാർക്ക് ഉണ്ടാക്കുക, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും. അപ്പോൾ ഞാനും നിങ്ങളെ പോലുള്ള ആൾ തന്നെയായിരുന്നു. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് ഞാനും തുടങ്ങാറ് പഠിക്കാൻ. അപ്പോൾ എങ്ങനെയാ പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടതെന്ന് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ആരോടാ ചോദിക്കുക, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതിനെല്ലാം ഉള്ള ആൻസറുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളതാണ് അല്ലേ? ഏതൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ കേരള സർക്കാരിന്റെ ഒരു സ്കീം ഓഫ് വർക്ക് ഉണ്ട്. അതിനനുസരിച്ചാണ് മക്കളെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ചാപ്റ്റേഴ്സ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് പറയുകയാണെങ്കിൽ ജൂണിൽ നിങ്ങൾക്ക് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാണ് നിങ്ങൾക്ക് തീർക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത്. ജൂലൈ ആണെങ്കിൽ ഇക്വേഷൻസും പോളിഗണും സമവാക്യങ്ങളും ബഹുഭുജങ്ങളും. പിന്നെ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബറിൽ എടുക്കേണ്ടതാണ് നമ്മുടെ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ ഏതാണ്? ഒക്ടോബറിൽ നമുക്ക് പണവിനിമയം അല്ലെങ്കിൽ മണി മാത്സ് ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ദെൻ നവംബർ എത്തിയാൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജങ്ങളുടെ നിർമ്മിതി അല്ലേ. ദെൻ ഡിസംബറിൽ ഏതാണ്? റേഷ്യോ ആണ്, അംശബന്ധാണ്. അപ്പോൾ നിങ്ങൾ ഡിസംബർ വരെ നിങ്ങൾക്ക് എടുക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് റേഷ്യോ വരെ, അംശബന്ധം വരെയാണ് നിങ്ങൾക്ക് എടുക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇനി നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവാൻ പോകുന്ന ചാപ്റ്റേഴ്സ് 7 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതായത് നമ്മുടെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ വരെയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ചാപ്റ്റർ വരെ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി എത്തിയിട്ടില്ല എങ്കിൽ എവിടെയാണ് എത്തിയത് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, റെഡി? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ്? എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യന്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോൾ വിചാരിച്ചു ഒരു 6 കൊല്ലത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏതൊന്നായിരിക്കും എങ്ങനെയായിരിക്കും ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ മിസ് എന്ത് ചെയ്തു? 6 കൊല്ലത്തെ ക്രിസ്മസ് എക്സാമിന്റെ പേപ്പർ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് നേരെ മുന്നത്തെ കൊല്ലം ചോദിച്ച ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈക്വൽ ട്രയാങ്കിൾസ് നിന്ന് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ വെറും 3 മാർക്കിനായിരുന്നു. ദെൻ പോളിഗൺ ആണെങ്കിൽ 2 മാർക്കിനാണ്. ഐഡന്റിറ്റീസ് നിന്ന് 13 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മണി മാത്സ് നിന്ന് 11 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 13 മാർക്കുണ്ട്. റേഷ്യോ ആണെങ്കിൽ 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു എന്ത് വന്നിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഓരോ ചാപ്റ്ററിനും. ദെൻ അടുത്ത കൊല്ലം നോക്കുകയാണെങ്കിൽ 2022-23 ഐഡന്റിറ്റീസ് നിന്ന് 18 മാർക്ക്, മണി മാത്സ് നിന്ന് 13, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററലിൽ നിന്ന് 21 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ബാക്കി 8 ചാപ്റ്റേഴ്സ് പോലും ചോദിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ, ദെൻ 21ഉം 20ഉം ഉള്ള പേപ്പർ മിസ് കുറേ തെരഞ്ഞു. പിന്നാണ് മനസ്സിലായത് അന്ന് കൊറോണ കൊണ്ടുപോയത് മറന്നുപോയി. അപ്പോൾ ആ 2 കൊല്ലം നമുക്ക് എക്സാം നടന്നിട്ടില്ലായിരുന്നു. ദെൻ അടുത്ത് നമുക്ക് വരുന്നത് 19-20 ആയിരുന്നു. 19-20 നോക്കുകയാണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് നിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന്, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിനായിരുന്നു. ദെൻ പോളിഗൺസ് എന്നാണെങ്കിൽ 6 മാർക്ക് ഉണ്ടായിരുന്നു. ഐഡന്റിറ്റീസ് 9 മാർക്ക് ഉണ്ടായിരുന്നു. മണി മാത്സ് 13 മാർക്കിന് ഉണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ 14 മാർക്കായിരുന്നു. ആൻഡ് റേഷ്യോ എന്ന് പറയുന്നത് 5 മാർക്കിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത ഇയർ നോക്കുകയാണെങ്കിലും നമ്മളുടെ 2022-23 പോലെ തന്നെയായിരുന്നു. ആകെ ഈ 3 ചാപ്റ്റേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അതായത് ആരാണ് ഈ ക്രിസ്മസ് എക്സാമിന്റെ വില്ലന്മാരെന്ന് പറയുന്നത്? വില്ലന്മാരെന്ന് പറയാൻ പറ്റില്ല അല്ലെ. സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ 3 ചാപ്റ്റർ ആണ്. ഏതൊക്കെ? നമ്മുടെ ഐഡന്റിറ്റീസ്, മണി മാത്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ 4ഉം 5ഉം 6ഉം ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഉറപ്പാണ് ഈ 3 ചാപ്റ്ററിനായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര തറവായിട്ട് അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തോതിൽ നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി നമുക്ക് ക്രിസ്മസ് എക്സാം നമുക്ക് കൊണ്ടുപോകാൻ. ഇനി ഈ 3 ചാപ്റ്റർ ഞാൻ പഠിക്കും, പക്ഷെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിലോ, അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് തന്നെ പോകണം. ഈ 3 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് തറവായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ മതി. ബാക്കിയുള്ളതൊക്കെ ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും വരാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം കളറാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് മക്കൾ മറക്കാതെ നല്ലോണം സ്ട്രെസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടെന്നല്ല, ഇത് അടിപൊളിയായിട്ട് പഠിക്കുക, എന്നിട്ട് ബാക്കി വെക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, റെഡി?
ദെൻ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇനിയുള്ള ചോദ്യം എന്ന് വെച്ചാൽ എവിടുന്നായിരിക്കും എനിക്ക് നോട്ട് കിട്ടുന്നത്, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മക്കളെ, നിങ്ങൾ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ഉണ്ടാവും നിങ്ങൾക്കുള്ള നോട്ടും ക്വസ്റ്റ്യൻസും എല്ലാം അവിടെ സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ലൈവായിട്ട് നമ്മളെല്ലാവരും നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, അതെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ആയിരിക്കും അറിയിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സോ ക്രിസ്മസ് എക്സാമിന്റെ ലൈവിൽ കാണാം. ദെൻ ബൈ. ലൈക്ക് ആൻഡ് ഷെയർ.